ഹായ് മഗൾസ്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ അതായത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണെന്നറിയോ? ഇതാണ് ആ സാധനം. ഫങ്ഷൻസ് അല്ലെങ്കിൽ റോള്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അതൊന്ന് നോക്കി വെച്ചോ. ഞാൻ കുറച്ച് പോയിന്റ്സ് കൊണ്ട് പരിചയപ്പെടുത്തി തരാം. ഇറ്റ് സിംപ്ലിഫൈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ. ഇറ്റ് പ്രൊവൈഡ് കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫാക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെയൊക്കെയാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്, ഒക്കെ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ടു എൻലാർജ് ദ ഇൻഡിവിജ്വൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ നോളജിനെയും എക്സ്പീരിയൻസിനെയും കുറച്ചുകൂടി ഒന്ന് എൻലാർജ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യാനായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then to formulate policies in different field, ഗവൺമെന്റിനാണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവർക്ക് ഓരോരോ പോളിസീസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നതിന് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡ്രോസ് വാലിഡ് കൺക്ലൂഷൻസ്, നല്ല അടിപൊളിയായിട്ട് ഒരു കൺക്ലൂഷൻസ് പോലും ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മക്കളെ, ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഇതും പഠിച്ചു വെച്ചേക്കാം കേട്ടോ.